നീ വെറും നാറിയാന്നുള്ളത് ഞങ്ങൾക്കറിയാലോടാ. നിന്നെ ഇതിന്റെ വീഡിയോ എടുത്തോട്ടാ. ഇവന്റെ മടവൂർ കാപ്പിലയുടെ അതിനകത്തേക്ക് ഇടാനുള്ളതാ. ഈ ഇതിനും കൂടി ഇവർക്കൊക്കെ ഇതിന്റെ വീതമുള്ളതാ. ഇതിനകത്ത് വീതമുള്ളതാ. ഇതിനകത്ത് ഷെയ്ഖുന നീ ജീവൻ കൊടുപ്പിക്കാതെ. നീ ജീവൻ കൊടുപ്പിച്ചതാണ് ആ പുള്ളിക്ക്. നീ മറ്റേ ചുട്ട കോയിനെ പഠിപ്പിക്കുന്ന ആളല്ലേ? നീ ചുട്ട കോയിനെ പഠിപ്പിക്കുന്ന ആളല്ലടാ. നീ ആ പുള്ളിക്ക് ജീവൻ തന്നെ ഞങ്ങളിതൊക്കെ ഇതിനെ പറഞ്ഞിട്ടേക്കാം. കമ്മ്യൂണിറ്റിയിൽ തന്നെ ഉള്ള ആളുകൾ, വിശ്വാസികളായിട്ടുള്ള ആളുകൾ, ഏകദൈവ വിശ്വാസികളായിട്ടുള്ള ആളുകൾ പലരും ഇതുപോലുള്ള ഉടായ്പകൾ കാരണം, ഇവരുടെ ആ ഒരു ഇൻ്റർഫിയറൻസ് കാരണം മടുത്തിട്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാനാണ്? ഇവന്മാർക്ക് എതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവൻ മതത്തിനെതിരായിട്ട് പറഞ്ഞതുപോലെ ഇവരങ്ങ് വ്യാഖ്യാനിക്കും. അപ്പോൾ ഇയാൾ തന്നെ ഒരു ചെറിയ സിദ്ധനാണ്. ഇപ്പം ഈ ഭാര്യയെ കൊലക്കൊടുത്ത ഒരാൾ, അയാളുടെ മുഖത്ത് എന്തെങ്കിലും ഒരു പശ്ചാത്താപമോ കുറ്റബോധമോ വിഷമോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അയാളൊരു ചെറിയ സിദ്ധനാണ്. അയാളുടെ ഒരു പ്രസംഗം ഞാൻ കേട്ടതാണ്. അയാൾ കയ്യിൽ വെറും 1 ലക്ഷം രൂപ എങ്ങാണ്ട് വെച്ചിട്ട്, അതോ 2 ലക്ഷം രൂപ എങ്ങാണ്ട് വെച്ചിട്ട് 45 ലക്ഷം രൂപയുടെ വീട് പണിതാണ്. അയാൾ ഏതോ ഒരു പുണ്യ എന്തോ ഒരു പ്രതിഷ്ഠയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ഈ വിശ്വാസത്തിൽ അംഗീകരിക്കപ്പെടുന്ന കാര്യമൊന്നുമല്ല. പക്ഷെ പുള്ളി ഒരു സിദ്ധനാണ്. ആ ഒരു 40 ലക്ഷം പല ആളുകളിൽ നിന്നിട്ട് കളക്ട് ചെയ്തിട്ട് ചെയ്തതാണ്. എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള ദേഹാധ്വാനമൊന്നുമില്ല. നീ എന്ന് വെച്ച് കഴിഞ്ഞാൽ മതം വിൽക്കുക, സിദ്ധി ഉണ്ട് എന്ന് പറഞ്ഞ ആളുകളുടെ അടുത്തുനിന്ന് പണം അടിക്കുക. അതാണ് ആ ചേട്ടൻ ചോദിക്കുന്നത്. നിനക്ക് അത്ര സിദ്ധി ഉണ്ടെങ്കിൽ ആ ഒരു സ്ത്രീയെ ജീവിപ്പിക്കുക.